I'm Adira. I'm Max faculty at Elevated, powered by Vedantu. Now we are going to start arithmetic sequence as a chapter. So now we are going to നമ്മുടെ ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കും. ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 26 ആൻഡ് ദ എയ്ത്ത് ടേം ഈസ് 61. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. രണ്ട് ടേംസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു വേർഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കൂ. x3 തന്നിട്ടുണ്ട് 26 ആൻഡ് x8 തന്നിട്ടുണ്ട് 61. 2 ടേംസ് ആണ് തന്നിട്ടുള്ളത്. 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. സെക്കൻഡ്, വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. Third, write the algebraic expression or algebraic form of the sequence. Fourth question, find the sum of first 15 terms of the sequence. അപ്പോൾ എങ്ങനെയാ ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുക? ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഡി കണ്ടുപിടിക്കുന്ന പൊസിഷൻ ചേഞ്ച് ഉപയോഗിച്ച് ഡി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? എമ്മും എന്നും ആയിട്ട് രണ്ട് ടേംസ് ആണ്. mth പൊസിഷനിലുള്ള രണ്ട് ടേംസ് ആണ് തന്നില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് എം ഡിവൈഡഡ് ബൈ എക്സ് എൻ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. രണ്ട് ടേംസ് ആണ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? ഇതിനകത്ത് ഏതൊക്കെ തന്നിട്ടുള്ളത്? x8 മൈനസ് x3 ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? 8 മൈനസ് 3 ചെയ്യണം. ദാറ്റ് ഇസ് അങ്ങനെ വരുമ്പോ എങ്ങനെ ആൻസർ വരാ? x61 മൈനസ് 26 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3, ദാറ്റ് ഇസ് 35 ബൈ 5, that's equal to 7. D എന്നുള്ളത് നമുക്ക് 7 കിട്ടും. ഇപ്പൊ കോമൺ ഡിഫറൻസസ് ഈ സീരീസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ആൾജിബ്രായിക് ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാ ചെയ്യാം? ഫസ്റ്റ് ടേം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറയുന്നത് x3 ആണ് തന്നിട്ടുള്ളത്. x3 എന്ന് പറഞ്ഞാൽ എന്താ? x1 പ്ലസ് 2d ആണ് x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. x3 തന്നിട്ടുണ്ട് ഓൾറെഡി, നമുക്ക് x3 തന്നിട്ടുണ്ട് 26. കണ്ടുപിടിക്കേണ്ടത് x1 ഫസ്റ്റ് ടേം ആണ്. 2 into 7 നമ്മൾ d ഇപ്പൊ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 7. അപ്പൊ x1 ന്റെ ഇക്വേഷൻ എങ്ങനെയാ വരാ? 26 മൈനസ് 14 വരും. അത് എത്രയാ വരാ? 12. x1 നമുക്ക് കിട്ടി 12 എന്ന് കിട്ടി. ദെൻ ചോദിച്ചിട്ടുള്ളത് ആൾജിബ്രായിക് ഫോം എഴുതാനാണ്. ആൾജിബ്രായിക് ഫോം ഓഫ് എൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരാ? ആൾജിബ്രായിക് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ആൾജിബ്രായിക് ഫോം എങ്ങനെയാണ് കൊടുക്കുന്നത്? ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താ വരാ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഇസ് xn is equal to x1 plus n minus 1 into d. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഏതാണ്? n ന്റെ ഇക്വേഷൻ എങ്ങനെയാ പഠിക്കുന്നത്? xn is equal to an plus b എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. രണ്ടിൽ ഏത് ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഫോമാറ്റിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ ഫോമാറ്റിലാണ് ചെയ്യുന്നത്. xn is equal to x1 നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? x1 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, ദാറ്റ് ഇസ് 12 ആണ് നമുക്ക് x1 എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 12 പ്ലസ് n മൈനസ് 1 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 7 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് xn is equal to 12 plus 7n minus 7 വരും. ദാറ്റ് ഇസ് xn നമുക്ക് എങ്ങനെയാ കിട്ടുക? xn is equal to 12 minus 7. 12 minus 7 എന്ന് പറയുന്നത് 5 plus 7n. ഇത് നോക്കൂ, ഏത് ഫോമാറ്റിലാണ്? xn is equal to an plus b എന്നുള്ള ഫോർമാറ്റിലാണ് നോക്കുകയും ചെയ്യുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഡി, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. നോക്കൂ, ഫസ്റ്റ് 15 ടേംസ് പറയുമ്പോൾ ഓഡ് ടേംസ് ആയി. സം ഓഫ് ഓഡ് ടേംസിന്റെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ആ ഇക്വേഷനിൽ ചെയ്യാം. ദാറ്റ് ഇസ് സം ഓഫ് 15 ടേംസ്. സം ഓഫ് 15 ടേംസ് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാ വരിക? അതായത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. ഇൻറ്റു എത്രാമത്തെ ടേം ആ വരിക? 15 ടേംസിന്റെ സെന്റർ ടേം അല്ലെങ്കിൽ മിഡിൽ ടേം എങ്ങനെയാ വരിക? 8th ടേം ആയിരിക്കും വരിക. 8th ടേം ഓൾറെഡി നമുക്ക് എവിടെ ഗിവൺ ആണ്? ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ ദാറ്റ് 8th ടേം അല്ലെങ്കിൽ മിഡിൽ ടേം എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വരാം? 15 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 8th ടേമും 68th ടേമും 8ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഇസ് 8th ടേം ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് 61. എത്രയാണ് ആൻസർ? നോക്കൂ, ആൻസർ കണ്ടുപിടിക്കൂ കേട്ടോ.